ഡെൽവിൻ കുര്യാക്കോസ്. എൻ്റെ ഇടവക സെൻറ്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് വടകരയാണ്. ഞാൻ ഫിറോം ഫാത്തിമ മാതാ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റെവറൻ ഫാദർ സെബാസ്റ്റ്യൻ പാട്ടത്തിൽ, എൻ്റെ പപ്പ കുര്യാക്കോസ്, എൻ്റെ അമ്മ സോഫി. എൻ്റെ അമ്മയാണ് എൻ്റെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. ഫിറോം ഫാത്തിമ മാതാ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഈ ഇടവകയിലെ വളരെ സമർത്ഥനായ ഒരു ഗായകനാണ്, വളർന്നു വരുന്ന ഒരു കൊച്ചു ഗായകനാണ് നമ്മുടെ കളപ്പുരയിൽ ഡെൽവിൻ. പാട്ട് പാടുവാനുള്ള കഴിവ് എന്ന് പറയുന്നത് ദൈവം വളരെ ചുരുക്കം പേർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വളർന്നു വരുന്ന ഈ കൊച്ചു ഗായകന് ഡെൽവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡെൽവിൻകുട്ടൻ വളരെ നന്നായി പാട്ട് പാടും. ഡെൽവിൻകുട്ടൻ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ഞാനിന്നിവിടെ പാടാൻ പോകുന്നത് ദിവ്യകാരുണ്യമായി നാഥൻ അണയുമ്പോൾ എന്ന പാട്ടാണ്. കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മനോഭാവങ്ങൾ ഇതിലൂടെ ഞാൻ പാടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തത്. വാഴുവാ
പേര് അൽഫോൻസ അബ്രഹാം. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ഇടമറുക് ഇടവകാംഗമാണ്. ഞാൻ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ വിൻസെൻറ്റ് കളരിപ്പറമ്പിലച്ഛൻ, എൻ്റെ പപ്പ അബ്രാഹം, അമ്മ സെലിൻ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അൽഫോൻസ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാട്ടിനാണെങ്കിൽ ക്വയറിൽ സജീവമായ അംഗമാണ്. തിരുനാൾ ക്വയറിലുമൊക്കെ വളരെ സജീവമായിട്ട് അവൾ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഇടവക കാര്യങ്ങളിൽ വളരെ സജീവമാണ്. ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും കുടുംബത്തിലുള്ള ഓരോ അംഗവും വളരെ സജീവമായിട്ടുണ്ട്. ഞാനിന്ന് പാടാൻ പോകുന്നത് ഞാൻ ആരോട് ഇതെല്ലാം പറയുമെന്നൊരു പാട്ടാണ്. ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒത്തിരി വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആപ്പാടെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഒരു സന്ദേശം നൽകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. പള്ളിയിൽ ഇത് പാടുമ്പോൾ എല്ലാവരും നല്ല ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുത്തത്. ഇന്നാരൊപ്പം കുടിക്കും
എൻ്റെ പേര് ബിബിൻ ആൻ്റണി. ഞാൻ തുരുത്തിപ്പള്ളി സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഇടവാംഗമാണ്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് മേരീസ് HSS ബോയ്സ് കുറവലങ്ങാട് 8ാം ക്ലാസ്സിലാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വികാരിയച്ഛനായ ഫാദർ ഫിലിപ്പ് കുളങ്ങര, ഞങ്ങളുടെ ഇടവാംഗമായ ഫാദർ ജോസ് മേലിക്കുന്നേലച്ചൻ, എൻ്റെ പപ്പ, മമ്മി, പിന്നെ എനിക്കൊരു സഹോദരനുണ്ട്. ചേട്ടൻ മഹാരാഷ്ട്രയിൽ ക്ലാരീഷ്യൻ ആശ്രമത്തിൽ വൈദികനാകാൻ പഠിക്കുന്നു. ബിബിൻ ആൻ്റണി ദൈവം കൊടുത്ത വരദാനമായ ആ കഴിവ്, പാടാനുള്ള വലിയ കഴിവ് നല്ല രീതിയിൽ ഈ ഇടവയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ദൈവശുശ്രൂഷ തന്നെ ചെയ്യുകയാണ്. ബിബിൻ ആൻ്റണി സൺഡേ സ്കൂളിലും മിഷൻ ലീഗിലും അതുപോലെ മറ്റ് ഭക്തസംഘടനയെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. ബിബിൻ ആൻ്റണിയുടെ സാന്നിധ്യം ഇടവയ്ക്കും മറ്റുള്ള കുട്ടികൾക്കുമൊക്കെ വളരെ മാതൃകാപരമാണ്. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ അതുപോലെ അടുത്ത ദിവസങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇടവയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജം നൽകുകയും അതുപോലെ ഇടവയിൽ എല്ലാ പ്രവർത്തനത്തിലും സജീവമായ സാന്നിധ്യവുമായിട്ട് നിലകൊള്ളുന്ന കുട്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ് ഗാനം ആലപിക്കുക എന്നുള്ളത്. അതും ഒരു പള്ളിയിൽ കൊയറിലൂടെ പാടി അവൻ അതിനകത്ത് ഈ വീട്ടിലും സന്ധ്യാനാമത്തിലും ഈ ഗാനം ആലപിക്കാൻ അതിലൂടെ ഞങ്ങൾക്ക് ഒത്തിരിയധികം പ്രചോദനങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള വരദാനങ്ങൾ ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരം എൻ്റെ മകനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്. ഞാനിന്ന് പാടാൻ പോകുന്നത് ദിവ്യകാരുണ്യമേ ദൈവമേ എന്ന ഗാനമാണ്. എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ ഗാനം വീട്ടിൽ ആലപിക്കാറുണ്ട്. സ്നേഹം എന്താണെന്നും സ്നേഹം അങ്ങനെ പ്രകടമാക്കണമെന്നും ഈ ഗാനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
എൻ്റെ പേര് അഖിൽ അൽഫോൺസ് എന്നാണ്. ഞാൻ പഠിക്കുന്നത് പാലാ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ ഇടവക സെൻറ് മേരീസ് ലാളം ഓൾഡ് ചർച്ചാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വികാരിയച്ഛനായ ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കുഴിപ്പിലും അസിസ്റ്റൻ്റ് വികാരിമാരായ ഫാദർ ജോസഫ് നരുതൂക്കിലും ഫാദർ അലക്സ് പൈകടയുമാണ്. എൻ്റെ കൂടെ ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. അഖിൽ അൽഫോൺസ് ഈ ഇടവകയിലെ ഒരംഗവും ഇവിടുത്തെ അൾത്താര ബാലസഖ്യത്തിൽ സജീവമായി കുർബാനയ്ക്ക് കൂടി സഹകരിക്കുന്ന വ്യക്തിയുമാണ്. അതോടൊപ്പം ഗായിക സംഘത്തോട് ചേർന്ന് ഞായറാഴ്ചകളിൽ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു. അഖിലിൻ്റെ അമ്മ ഷോപ്പി ടീച്ചർ ഇവിടെ പാലായിലെ സെൻറ് മേരീസ് ലാലം സ്കൂളിലെ സംഗീത അധ്യാപിക കൂടിയാണ്. അധ്യാപികയിൽ ലഭിച്ച ആ പ്രചോദനമനുസരിച്ച് മകന് അഖിലും നന്നായി പാടുവാനും അതുപോലെ പ്രസംഗിക്കുവാനും എല്ലാവിധ പ്രവർത്തനങ്ങളിലും സഹകരിച്ചുകൊണ്ട് പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അഖിലിന് എല്ലാവിധ ഭാവുകങ്ങളും ഭാവിയിലെ ശോഭനമായ ഉയർച്ചയും ഞങ്ങൾ ആശംസിക്കുന്നു. ഞാനിവിടെ പാടാൻ പോകുന്നത് കാനായിലെ കല്യാണനാളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാണ്. ആ അത്ഭുതം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ആലപിക്കുന്നത്. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന
നിമിഷം നിൽക്കൂ, ഒന്നായി പാടിടൂ, മനസ്സുകൾക്ക് കുളിരു പകരും സുരവില സങ്കീർത്തനം. ഉരുകും